ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് കൃത്യമായിട്ട് തന്നെ എല്ലാ യുവാക്കൾക്കും ജോലി നൽകണം എന്നുള്ളത് പഠിച്ച് അർഹതപ്പെട്ട PSC ലിസ്റ്റിലെത്തിയ എല്ലാ ആൾക്കാർക്കും ജോലി നൽകണമെന്നുള്ള നിലപാടുകളും സഹായമായിട്ടുണ്ട്. ഞങ്ങൾക്ക് 411 അഡ്വൈസാണ് ഈ ലിസ്റ്റിൽ നിന്നാകെ പോയത്. അതിൽ NJD ഒഴിവാക്കി കഴിഞ്ഞാൽ 350ഓളം ആളുകൾ ജില്ലയിൽ ഇപ്പോൾ സർവീസിലുണ്ട്. അപ്പം പക്ഷേ വളരെയധികം നല്ല രീതിയിൽ വേക്കൻസികൾ വരികയും അതെല്ലാം കൃത്യമായ സമയത്ത് റിപ്പോർട്ട് ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ജോലി കിട്ടിയ വളരെ സന്തോഷമുണ്ട്. കഷ്ടപ്പെട്ട PSC പരീക്ഷയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പെട്ടാൽ ജോലി കിട്ടുമോ? കിട്ടുമെന്നാണ് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ ആളുകൾ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം ലാസ്റ്റ് ഗ്രേഡിന് LGSൻ്റെ ലിസ്റ്റിൽ നിന്ന് 350 പേർക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഈ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇന്നലെ വരെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളായിരുന്നു. അപ്പോൾ ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, പഠിച്ച് ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞ് ഒരു കൂട്ടായ്മയെക്കാട്ട് മുമ്പോട്ട് പോയാൽ ജോലി കിട്ടുന്നു. അതിൻ്റെ സന്തോഷത്തിനായി ഒത്തുകൂടിയ ആളുകളാണ്. നമുക്ക് അവരോട് തന്നെ ആദ്യം ചോദിക്കാം, വലിയൊരു സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്, പഠിച്ച് ശ്രമിച്ചാൽ ജോലി കിട്ടും. അതെ, ഹാർഡ് വർക്കിന് എപ്പോഴും ഒരു റിസൾട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ പഠിച്ചാൽ ജോലി കിട്ടും, പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. ജോലി കിട്ടിയ ആളാണ് പറഞ്ഞത് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന്. അവരുടെ ഒരു സന്തോഷമുണ്ട്, അവരുടെ ആ കഠിനാധ്വാനം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുന്നറിയോ, സർക്കാരിലേക്ക് PSC ഒക്കെ ഒന്നും കാര്യമില്ലെന്ന് ചില ആൾക്കാർ പറയുന്നു. അങ്ങനെ അല്ല അല്ലേ? 350 പേരോട് ജോലി കയറി. അതായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത് വന്ന ആളാണ്. കോവിഡ് ടൈമിലാണ് നാട്ടിലെത്തുന്നത്. ആ സമയത്താണ് നമ്മൾ PSC പഠനമായിട്ട് മുന്നോട്ട് പോവുകയും ആദ്യത്തെ എൻ്റെ റാങ്ക് 148ആയിരുന്നു. ഈ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും പറയുന്നത് ഇതുമായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങളും തിരിച്ച് ഗൾഫിന് പോകൂ അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് പോകൂ എന്ന് പറഞ്ഞു. നമ്മൾ ആ സമയത്തും നമ്മളിരുന്ന് ഇതിൽ പഠിക്കുകയും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് കൃത്യമായിട്ട് തന്നെ എല്ലാ യുവാക്കൾക്കും ജോലി നൽകണം എന്നുള്ളത് പഠിച്ച് അർഹതപ്പെട്ട PSC ലിസ്റ്റിലെത്തിയ എല്ലാ ആൾക്കാർക്കും ജോലി നൽകണമെന്നുള്ള നിലപാടുകളും സഹായമായിട്ടുണ്ട്. ഈ സഹായം 350 പേര് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി. 350 പേർ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 276 റാങ്ക്. ജോലി കിട്ടി. ഏത് വകുപ്പിലാണ് ജോലി? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. പേരെന്താണ്? പേര് ആകാശ് എന്നാണ്. 192ാമത്തെ റാങ്ക് ആയിരുന്നു. അപ്പം ആദ്യകാലങ്ങളിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ കുറച്ച് പേരെല്ലാം ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത്രയും ആൾക്കാർക്ക് ജോലി കിട്ടുമോ എന്നുള്ളത്. 92 അല്ലേ? അതെ. അപ്പം പക്ഷേ വളരെയധികം നല്ല രീതിയിൽ വേക്കൻസികൾ വരികയും അതെല്ലാം കൃത്യമായ സമയത്ത് റിപ്പോർട്ട് ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ജോലി കിട്ടിയ വളരെ സന്തോഷമുണ്ട്. പേരെന്തായിരുന്നു? അരുൺ. സന്തോഷമാണോ? സന്തോഷമാണ്. എത്രയാണ് റാങ്ക് ലിസ്റ്റ്? 145. അങ്ങനെ ഓരോ ആളുകളും വലിയ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് ചേച്ചി എത്ര സപ്ലൈ ലിസ്റ്റിൽ 5ാമതായിരുന്നു. കിട്ടി, ജോലി കിട്ടി. ഏത് വകുപ്പിലാ? LSGD. എങ്ങനെ ഉണ്ടായിരുന്നു? എത്രാമത്തെ റാങ്ക് ആയിരുന്നു? എൻ്റെ 124ാമത്തെ റാങ്കായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മുതൽ ഞങ്ങളൊരു റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനൊക്കെ രൂപീകരിച്ചു. അതിന് നമുക്ക് സഹായമായിട്ട് ഇവിടുത്തെ NGO യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റിയൊക്കെ മുൻനിരയിലുണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ വേക്കൻസികൾ കണ്ടെത്താനായിട്ട് ഞങ്ങൾ ഈ ഓഫീസുകളെല്ലാം ഒന്ന് കയറി ഇറങ്ങും. അപ്പോഴൊക്കെ നമുക്ക് എല്ലായിടത്തും വേക്കൻസികൾ ഒരാൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ, ഒരാൾ പ്രൊമോഷൻ ആയിക്കഴിഞ്ഞാൽ ഉടനടി ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ലഭിക്കുമായിരുന്നു, യാതൊരു തടസ്സവുമില്ലാതെ. ഇനി എന്തെങ്കിലും ഒരു അല്പം 2 ദിവസം താമസിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ NGO യൂണിയൻ്റെ സഹാക്കൾ ഇടപെട്ട് അപ്പോൾ തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാടും അതുതന്നെയാണ്. വേക്കൻസികളുള്ളത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് മുൻകൂറായിട്ട് തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ വർഷവും ഉത്തരവിറക്കും. അതായത് വരാൻ പോകുന്ന വർഷം ഉണ്ടാകുന്ന വേക്കൻസികൾ എത്രയാണോ ആ വേക്കൻസികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ഓരോ വർഷവും ഓരോ ഓഫീസുകളിലും കിട്ടുന്ന ഉത്തരവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫീൽഡ് വർക്കൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഞങ്ങൾ ആ ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ ഓരോ ഓഫീസിലും ചെല്ലുന്നത്. സാർ, ഇവിടെ അടുത്ത വർഷം ഉണ്ടാകാൻ പോകുന്ന റിട്ടയർമെൻറ്റ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് തരണമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്ത് തരാൻ സാധിക്കുമോ? അപ്പോൾ തന്നെ അവർ പറയും റിപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് 411 അഡ്വൈസാണ് ഈ ലിസ്റ്റിൽ നിന്നാകെ പോയത്. അതിൽ NJD ഒഴിവാക്കി കഴിഞ്ഞാൽ 350ഓളം ആളുകൾ ജില്ലയിൽ ഇപ്പോൾ സർവീസിലുണ്ട്. അതാണ് നിലവിലുള്ള അവസ്ഥ. 2022 ജൂലൈയിലാണ് ഈ ലിസ്റ്റ് ആരംഭിക്കുന്നത്. 2025 ജൂലൈ ആയപ്പോൾ അവസാനിച്ചു. മുഴുവൻ 411 അഡ്വൈസുകളാണ് പോയത്. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിയിരിക്കില്ല. 245 റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമല്ല. 10,000കണക്കിന് ആളുകൾ എഴുതിയതിൻ്റെ അകത്താണ്, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയ ഒരു പരീക്ഷയിലാണ് ഇവർ 245ലേക്കൊക്കെ ഇവരുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നതും വലിയ കാര്യമാണ്. അതിന് 350 പേർക്കില്ലേ ജോലി കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സ്റ്റേയിലൊക്കെ ഇരിക്കുവാണ്, വലിയ സന്തോഷമാണോ?
വലിയ സന്തോഷമാണ്. ഏത് വകുപ്പിലേക്ക് ജോലി ചെയ്യുന്നത്? ഞാൻ GST വകുപ്പിലാണ്, പത്തനംതിട്ടയിൽ ജോയിൻറ്റ് കമ്മീഷൻ ഓഫീസിലാണ്. അപ്പം വളരെ സന്തോഷമാണ്. എൻ്റെ റാങ്ക് 292 292. അപ്പോൾ എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ആദ്യ സമയത്ത് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരു വലിയ റാങ്കിലാണ് എത്തിയത്, ജോലി കിട്ടുമോ. പക്ഷേ കൃത്യമായിട്ടുള്ള ഫീൽഡ് വർക്ക്, കൃത്യമായിട്ടുള്ള NGO യൂണിയൻ്റെ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഒക്കെയുള്ള ഇടപെടലുകൾ, അതുകൊണ്ട് തന്നെ അവസാന നിമിഷമായപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് നിമിഷമായപ്പോൾ ഏതാണ്ട് 100ഓളം വേക്കൻസികളാണ് അവസാന നിമിഷം മുൻകൂറായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു തന്നു. അത്രയും നാൾ കുറച്ച് എന്താണ് ഇപ്പം ചില വകുപ്പുകളിൽ ഞാൻ ഇപ്പം GSTയിൽ പറയുകയാണെങ്കിൽ GST വന്നതിന് ശേഷം ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് ജോലി ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അവരെ എല്ലാം കൃത്യമായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ കൃത്യമായ രീതിയിൽ അത് പരിപാലിച്ചതിന് ശേഷം അതിനുശേഷം വന്ന വേക്കൻസി ലിസ്റ്റിന് തീരാറായപ്പോൾ മുഴുവനായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരികയും അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് GST വകുപ്പിൽ ജോലി ലഭ്യമായത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ എല്ലായിടത്തു നിന്നും ഉണ്ടായതിന് ഫലമായിട്ടാണ് ഈ 350 വരെയോളം 344 OC, ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 344 വരെയോളം പോയി. ടോട്ടൽ അഡ്വൈസ് NJD സഹിതം 411 വരെയോളം പോയി. അപ്പം അത്രയും ഒരു മൃഗീയമായിട്ടുള്ള ഒരു നമ്പറിൽ എത്താൻ സാധിച്ചത്. വളരെ സന്തോഷം. എന്തായാലും ഇപ്പം ഫസ്റ്റോടെ ജില്ലാ സെക്രട്ടറി അനീഷ് സാറോട് ചേർന്നുണ്ട്. സാറേ, അഭിമാനത്തോടെ ഇന്നൊരു ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാണ്. കാരണം 350 പേർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞു. തീർച്ചയായും വലിയ അഭിമാനമുണ്ട്. ഈ റാങ്ക് ഹോൾഡർ കൂട്ടായ്മ തന്നെ മാതൃകാപരമാണ്. അവർ നിരന്തരമായി NGOയുടെ ചുമതലപ്പെട്ട ആളുകളോടും സർവീസ് മേഖലയിൽ എവിടെയൊക്കെ പ്രയാസങ്ങളുണ്ട് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുള്ളത് സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയും നമ്മളുമായി ആശയവിനിമയം നടത്തുകയും നിരന്തരമായി ഇടപെടുകയും ചെയ്ത് നമ്മുടെ ഗവൺമെൻറ് കാഴ്ചപ്പാടിനോടൊപ്പം നിന്നുകൊണ്ട് ഏത് വേക്കൻസിയാണോ എവിടെയാണോ ഒഴിവുണ്ടായിട്ടുള്ളത് അത് അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വേക്കൻസി നികത്തണം എന്ന വലിയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനം നമ്മൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും പേർക്ക് 350 പേർക്ക് സർവീസിലേക്ക് വരാൻ കഴിഞ്ഞത്. വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു. നമ്മളപ്പോൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ലോകത്താകെ സ്ഥിര നിയമനം എന്നുള്ളത് നിരാകരിക്കുന്ന ഇല്ലായ്മയെന്നൊരു സാഹചര്യമാണുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തും അത് തന്നെയാണ്. സ്ഥിര നിയമനങ്ങളെ വേണ്ട, ടെമ്പററിയായി അല്ലെങ്കിൽ കാഷ്വൽ കരാർ നിയമനങ്ങൾ നടത്തി ഈ സർവീസ് മേഖലയെ ഡൗൺ സൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് സ്ഥിരം നിയമനം നടത്തണമെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് വേക്കൻസിയിലാണോ ഒഴിവ് വരുന്നത് അവിടേക്ക് വളരെ അടിയന്തരമായിട്ട് 2 ആഴ്ചക്കകത്ത് തന്നെ PSC വഴി ഏറ്റവും അഭ്യസ്തവിദ്യരായ മിടുക്കരായ ചെറുപ്പക്കാരെ നിയമിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഇത് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ആളുകളെല്ലാം ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്തായാലും കഷ്ടപ്പെട്ട് പഠിക്കുകയും അതിനവർക്ക് പ്രയോജനം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് സംസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന മാതൃക. 350-ലധികം പേർ ഇപ്പോൾ ജോലി പ്രവേശിച്ചു. 400-ലധികം ആളുകൾക്ക് അഡ്വൈസ് മെമ്പോ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ തെളിയുന്ന ഒരൊറ്റ കാര്യമാണ്, അതായത് PSC എഴുതിയാൽ ജോലി കിട്ടില്ലെന്നല്ല, അധ്വാനിച്ചാൽ ജോലി കിട്ടും പരീക്ഷ എഴുതിയാൽ എന്നതുകൂടിയാണ് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.